നമസ്കാരം. ഈ അടുത്ത കാലത്ത് ഞാൻ ചെയ്ത വീഡിയോകളിൽ കമന്റ് ബോക്സിൽ ഏറ്റവും അധികം വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത് കമ്പളികണ്ടത്തെ കൽഭരണികൾ എന്നു പേരുള്ള ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയാണ്. ഇടുക്കി ജില്ലയിലെ അടിമാലിക്ക് സമീപം കമ്പളികണ്ടം എന്ന സ്ഥലത്ത് ജനിച്ച് വളർന്ന് പിന്നീട് വിദേശത്തേക്ക് പോയി സമ്പന്നനും പ്രശസ്തനുമായി മാറിയ ബാബു എബ്രാഹിം എന്നൊരാൾ എഴുതിയ ഈ പുസ്തകം കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി വലിയ ചർച്ചയിലാണ്. ഈ പുസ്തകത്തിന്റെ 50-ലധികം എഡിഷനുകളാണ് വിറ്റുപോയത്. കേരളത്തിലെ പുസ്തക പ്രസാധന ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം. ആ പുസ്തകം നല്ല വായനാ സുഖമുള്ള ഒന്നു തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു സാധാരണ മനുഷ്യൻ ജീവിത പ്രതിസന്ധികളെ നേരിട്ട് എങ്ങനെയാണ് ഉയരങ്ങളിലേക്ക് എത്തുന്നത് എന്ന് ഭംഗിയായി ആ പുസ്തകം ചിത്രീകരിക്കുന്നു. ആ പുസ്തകം ഇത്രയേറെ ജനപ്രീതി നേടാൻ 2 കാരണങ്ങളുണ്ടായി. സമ്പന്നനായ എഴുത്തുകാരൻ ബാബു എബ്രാഹിം ആ പുസ്തകത്തിന് സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചാരം കൊടുക്കുകയും അനേകം പുസ്തക പ്രസാധനങ്ങൾ പല സ്ഥലങ്ങളിലും നടത്തുകയും ചെയ്തു. പുസ്തക പ്രസാധനവും ചർച്ചകളുമായി എഴുത്തുകാരൻ കേരളം മുഴുവൻ നടന്നു. മറ്റൊന്ന്, നല്ല വായനാശീലമുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ പുസ്തകത്തെ പുകഴ്ത്തി സംസാരിക്കുകയും അനേകം സ്കൂൾ കുട്ടികൾക്ക് മാതൃകാ പുസ്തകം എന്ന നിലയിൽ അത് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഇതിലൊന്നും എതിർപ്പുള്ള ആളല്ല ഞാൻ. വായന സുഖമുള്ള പുസ്തകമാണ്. അയാളുടെ ജീവിതാനുഭവം മാതൃകാപരമാണ്. ഇക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ പിന്നിലെ കാപട്യങ്ങൾ എന്നെ നിരാശപ്പെടുത്തി. ഒന്ന്, ഇയാൾ പറഞ്ഞത്രയും അതിവൈകാരികമല്ല അയാളുടെ ജീവിതമെന്ന് അയാളെ അറിയാവുന്നവർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2, ഈ പുസ്തകം എഴുത്തുകാരനായ അഷ്ടമൂർത്തിയുടെ കൈകളിലാണ് ഇത്രയും വായനാ സുഖമുള്ള പുസ്തകമായി മാറിയത്. 3, ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിത യാഥാർത്ഥ്യങ്ങളോട് വേട്ടയാടി പാരീസിൽ പോയി സർവകലാശാലയിൽ പഠിപ്പിച്ച് മഹാനായതും സമ്പന്നനായതുമല്ല ബാബു എബ്രാഹിം. ബാബു എബ്രാഹിം നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് നടത്തി പണമുണ്ടാക്കി സമ്പന്നനായതാണ്. ആ പണത്തിൻ്റെ മെച്ചത്തിലാണ് ബാബു തൻ്റെ ജീവിതാനുഭവങ്ങളെ ഇങ്ങനെ വിശദമായി എഴുതി എഴുത്തുകാരൻ്റെ കിരീടമണിഞ്ഞത്. നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റും നഴ്സിംഗ് ട്രെയിനിങ്ങും വഴി പണമുണ്ടാക്കിയതും അതിലെ നിയമപ്രശ്നങ്ങൾ മൂലം ബെൽജിയത്തെ കോടതി 1 വർഷത്തെ തടവിന് ശിക്ഷിച്ചതുമൊക്കെ ബാബു എബ്രാഹിം മറച്ചു വെച്ചത് എന്തിനെ എന്നായിരുന്നു എൻ്റെ ചോദ്യം. വാസ്തവത്തിൽ ബാബു എബ്രാഹിം ഒരു എഴുത്തുകാരൻ ആവുന്നതിന് മുൻപായിരുന്നു ബാബു ബെൽജിയത്തെ ശിക്ഷിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്ത മറുനാടൻ കൊടുക്കുന്നത്. ആ വാർത്തയെടുത്ത് എഴുത്തുകാരിയായ ഡോക്ടർ ബെറ്റിമോൾ മാത്യു ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇതൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പോലും. ആ പശ്ചാത്തലത്തിൽ ഞാൻ ചെയ്ത വീഡിയോയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് ഉണ്ടായത്. കാരണം ബാബുവിൻ്റെ പുസ്തകം വായിക്കുന്നവർക്ക് അയാളോട് ആരാധന തോന്നും. അത്തരം ആരാധന തോന്നുന്നവർക്ക് ഇത്തരം വിമർശനങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എന്തിനേറെ ആരാധകരെ കുറ്റം പറയുന്നു. എൻ്റെ സുഹൃത്തും സാമൂഹ്യ നിരീക്ഷകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കർ പോലും എന്നോട് പറഞ്ഞു അത് വേണ്ടായിരുന്നു എന്ന്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആ പുസ്തകത്തെ തള്ളിപ്പറയാനോ എഴുത്തുകാരനെ തള്ളിപ്പറയാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. നേരെ മറിച്ച് ആ എഴുത്തുകാരനുമായി ബന്ധപ്പെട്ട ബെൽജിയത്തിലുണ്ടായ കേസും അയാൾ സമ്പത്തുണ്ടാക്കിയ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് കൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു. എന്തായാലും എൻ്റെ വാദത്തെ ശരിവയ്ക്കുന്ന ഒരു കുറിപ്പ് എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമായ ഗീതാദാസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. ബാബു എബ്രാഹിമിൻ്റെ ഒരു അഭിമുഖം എടുക്കാൻ ശ്രമിച്ച ഗീതാദാസിന് ബാബുവിൻ്റെ അഹങ്കാരം ബോധ്യപ്പെട്ടപ്പോൾ എഴുതിയ കുറിപ്പ് ബാബു ഫാൻസ് കേട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. കമ്പിളികണ്ടത്തെ കൽഭരണികളിൽ സ്നേഹത്തിൻ്റെ വീഞ്ഞല്ല, അഹങ്കാരത്തിൻ്റെയും മനുഷ്യത്വമില്ലായ്മയുടെയും ഉപ്പുതൂണുകളാണെന്ന് മനസ്സിലാക്കിയ ദിവസമായിരുന്നു ഇന്ന്. എഴുത്തുകാരൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കണം, എവിടെയാണ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇടം എന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ചോദിച്ചത്. ഈ എഴുത്തുകാരൻ്റെ ഇൻ്റർവ്യൂ എടുക്കണോ ചേച്ചി? മറുനാടൻ ഉൾപ്പെടെയുള്ളവർ ഇയാളെക്കുറിച്ച് വലിയ വിവാദങ്ങളാണല്ലോ പുറത്തുവിടുന്നത് എന്ന് ഞാൻ തിരികെ ചോദിച്ചു. പക്ഷേ എഴുത്തുകളെല്ലാം വിടാതെ വായിക്കുന്നവർക്ക് ആ എഴുത്തുകാരൻ ദൈവത്തെക്കാൾ വിശുദ്ധനായിരുന്നു. പുള്ളി നല്ല മനുഷ്യനാണെന്ന് സ്ഥാപിക്കാൻ നടുറോഡിൽ നിർത്തി 1 മണിക്കൂറോളമാണ് ഫോൺ വയ്ക്കാൻ സമ്മതിക്കാതെ വാദിച്ചത്. എനിക്കപ്പോൾ ചിരിയാണ് വന്നത്. സെലിബ്രിറ്റികളോടും അങ്ങനെ ചമയുന്നവരോടും ഒട്ടും മമതയില്ലാത്ത ആളാണ് ഞാൻ. മാത്രമല്ല, ഒരാൾ നല്ലവനാണെന്ന് സ്വന്തം അപ്പനും അമ്മയും പറഞ്ഞാൽ പോലും ഞാൻ കണ്ണടച്ച് വിശ്വസിക്കില്ല. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും തന്നിൽ താഴെയുള്ളവരോട് അവർ ഏത് രീതിയിൽ പെരുമാറുന്നു എന്ന് നേരിട്ട് കാണുന്ന അറിവിലൂടെ മാത്രമേ ഞാൻ ഒരാളെ വിലയിരുത്തുകയുള്ളൂ. എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ ബഹുമാനം കൊടുക്കുകയുള്ളൂ. അല്ലാത്തവരെ ഞാൻ മൈൻഡ് ചെയ്യില്ല. തൊടുപുഴയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും എനിക്ക് അറിയാവുന്നതുകൊണ്ട് നല്ലൊരു ഓപ്പൺ എയറാണ് ഇൻ്റർവ്യൂ നടത്താൻ ചോദിച്ചത്.
വെയിലും ചൂടും ശബ്ദ കോലാഹലങ്ങളും ബുദ്ധിമുട്ടാകില്ലേ എന്ന് വിചാരിച്ച് 2 സ്റ്റുഡിയോയാണ് ഞാൻ നോക്കിയത്. ഒന്ന് തൊടുപുഴ ടൗണിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെ സ്റ്റുഡിയോ, 2 മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ സൗകര്യങ്ങളും കൂടി പണി തീർത്ത 1.5 മാസം മുമ്പ് PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്ത ബെൻ മീഡിയ സ്റ്റുഡിയോ. എറണാകുളം പോലുള്ള മെട്രോ നഗരത്തിലെ സ്റ്റുഡിയോകളെ വെല്ലുന്ന പ്രൊഫഷണൽ മികവോടെ പണിത സ്റ്റുഡിയോയാണ് ബെൻ മീഡിയ. ഫാഷൻ ഷോ സംബന്ധിച്ച ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും പെട്ടെന്ന് വന്നതിനാൽ ടൗണിലുള്ള സ്റ്റുഡിയോയിൽ തിരക്കായതിനാൽ ബെൻ സ്റ്റുഡിയോയിൽ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തു. സ്ഥലം എനിക്കല്ലേ പരിചയമുള്ളൂ, അതുകൊണ്ട് ഇന്റർവ്യൂ എടുക്കാൻ വന്നവരെ ആദ്യം സ്റ്റുഡിയോയിൽ കൊണ്ട് ഇരുത്തിയിട്ട് കമ്പിളി കണ്ടത്തെ കൽഭരണി വരുമെന്ന് പറഞ്ഞ് പൈങ്കുളത്ത് ചെന്ന് നട്ടുച്ചയ്ക്കുള്ള വെയിലും കൊണ്ട് നിൽപ്പായി. അപ്പോഴാണ് ഫോൺ വന്നത്. കൽഭരണി മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിന് മുമ്പിലാണ് എത്തപ്പെട്ടതെന്ന്. 3 മിനിറ്റ് കൊണ്ട് ഞാൻ സ്ഥലത്തെത്തി. ചെന്നപ്പോൾ കൽഭരണിയുമില്ല, വീഞ്ഞുമില്ല. ദേഷ്യപ്പെട്ട് തിരികെ പോയി കളഞ്ഞത്രേ. വന്നവർ എത്ര എളിമയോടെ കേണിട്ടും കൽഭരണിയിലെ ഉപ്പുതൂണ് ഉരുകിയില്ല. മനുഷ്യർക്കും ബന്ധങ്ങൾക്കും വില കൊടുക്കാൻ മനസ്സുണ്ടായില്ല. പോയതിൽ എനിക്ക് പരിഭവമൊന്നുമില്ല. പോയാൽ പുല്ല് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ കൽഭരണിയുടെ ചില വോയിസ് മെസ്സേജുകൾക്ക് പ്രതികരിക്കാതിരുന്നാൽ ശരിയാകില്ലെന്ന് തോന്നി. 3 മിനിറ്റോ 10 മിനിറ്റോ ആകട്ടെ, സമയം കൽഭരണിക്ക് മാത്രമല്ല എല്ലാവർക്കും വിലപ്പെട്ടതാണ്. എൻ്റെ 2 ദിവസത്തെ സമയമാണ് കൽഭരണി കളഞ്ഞത്. സ്റ്റുഡിയോ അറേഞ്ച് ചെയ്യാൻ വേണ്ടി എൻ്റെ എത്രയോ വിലപ്പെട്ട സമയമാണ് ഫോൺ വിളിച്ച് ഞാൻ ചെലവാക്കിയത്. ഇന്നലെ പോയി സ്റ്റുഡിയോയിൽ എല്ലാം അറേഞ്ച് ചെയ്തു. ഇന്ന് രാവിലെ എൻ്റെ ജോലി പോലും മാറ്റിവെച്ച് ഇതിനു വേണ്ടി ഓടുകയായിരുന്നു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? ഇയാളുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ വലിയ വാല്യൂ കൽപ്പിക്കുന്നില്ല. പക്ഷേ എൻ്റെ വാക്കിനും പ്രവൃത്തിക്കും ഞാനൊരു വിലയിട്ടിട്ടുണ്ട്. ആ വില എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇതിന് പിറകെ നടന്നത്. പിന്നെ ഓർഫനേജിൽ വെച്ച് പുള്ളിയുടെ ഇൻ്റർവ്യൂ എടുത്താൽ അതിനൊരു എത്തിക്കൽ വാല്യൂ ഇല്ലത്രേ. ഓർഫനേജ് എന്താ താങ്കളെ പിടിച്ച് കടിച്ചോ? ഓർഫനേജിൽ അല്ലല്ലോ, സ്റ്റുഡിയോയിലല്ലേ വരാൻ പറഞ്ഞത്. താങ്കൾ വരുന്ന വഴിയിൽ നിന്നും ചെല്ലുന്ന സ്ഥലത്തു നിന്നും ഓർഫനേജുകളെയും അവിടുത്തെ പാവം പിടിച്ച മനുഷ്യരെയും മാറ്റാൻ പറ്റുമോ? പുസ്തകത്തിൽ ഇതൊന്നുമല്ലല്ലോ വരച്ചു വെച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 വരെ താങ്കൾ തന്ന സമയമല്ലേ? ആ സമയത്തിൽ നിന്നല്ലേ അല്പസമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നത്? താങ്കൾ തന്ന സമയത്തിന് ശേഷമാണ് നിൽക്കേണ്ടി വന്നിരുന്നതെങ്കിൽ പറയുന്നതിൽ ന്യായമുണ്ടായിരുന്നു. അപ്പോൾ താങ്കളെ കാത്ത് നട്ടുച്ച വെയിലിൽ അരമണിക്കൂറോളം നിന്ന എൻ്റെ സമയത്തിന് വിലയില്ലേ? വെയിൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതിൻ്റെ തലവേദനയിൽ നിന്നുകൊണ്ടാണ് ഞാനിത് കുറിക്കുന്നത്. താങ്കളെ വിശ്വസിച്ച് 2.5 മണിക്കൂറോളം വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് താങ്കളുടെ പ്രവൃത്തി മൂലം വല്ലാതെ വിഷമിച്ചു പോയവരെ കംഫർട്ടബിൾ ആക്കേണ്ട ചുമതല ഞാനാണ് ഏറ്റെടുത്തത്. ഒരു സ്റ്റുഡിയോയുടെ റേറ്റ് മണിക്കൂറിൽ എത്രയാണെന്ന് താങ്കൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കുക. ഗീതാദാസ് എന്ന പേരിന് ഈ നാട്ടിലുള്ളവരും എന്നെ അറിയുന്നവരും ഒരു വില കൽപ്പിച്ചിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ താങ്കളുടെ ഈ ഒരു പ്രവൃത്തിയുടെ മേൽ ഞാൻ ഇന്ന് അടിമേടിച്ചേനെ, സാമ്പത്തിക നഷ്ടമുണ്ടായേനെ. ഇനി ഒരിക്കലും ആരോടും ഇങ്ങനെ പെരുമാറരുത്. കൽഭരണിയെ വിശുദ്ധനായി അവതരിപ്പിക്കാൻ എൻ്റെ മുന്നിൽ മെനക്കെട്ട ചേച്ചിയോട് ഞാൻ ചോദിച്ചു, മതിയായോ എന്ന്. മതിയായി, തൃപ്തിയായി. ഉള്ളുപൊള്ളയായ വിഗ്രഹങ്ങൾ ആരും ഒന്നും ചെയ്യാതെ താനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അത് ലോകനീതിയാണ്. കൽഭരണിയുടെ ആരാധക അടിമകൾ ഇവിടെ വന്ന് വല്ലതും പറഞ്ഞാൽ നല്ലത് കൊള്ളും. സമയം നഷ്ടപ്പെട്ടതും ജോലി സമയം കളഞ്ഞതും സ്റ്റുഡിയോയുടെ വിലപ്പെട്ട സമയം കളഞ്ഞതും വെയിൽ കൊണ്ട് തലവേദന ഉണ്ടായതും എനിക്ക് മാത്രമാണ്. ചിത്രങ്ങൾ ഞാൻ മീഡിയ സ്റ്റുഡിയോയിൽ ഉദ്ഘാടന വേളയിൽ ഗീതാദാസ്. നോക്കൂ, കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പേരിൽ തൻ്റെ ചുട്ടുപൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ പുസ്തകമാക്കി എന്നവകാശപ്പെട്ട് ഈ നാട്ടിലെ മനുഷ്യരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ചുള്ള അനുഭവമാണ് ഇവിടെ ഈ ഗീതാദാസ് എഴുതിയത്. അയാൾ ബെൽജിയത്തെ കോടതിയിൽ മനുഷ്യക്കടത്തിന് ശിക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞത്. ഇതൊന്നും കേൾക്കാതെ സോഷ്യൽ മീഡിയയിലെ പണം മുടക്കിയുള്ള തള്ളലുകൾക്ക് ഇരപ്പെട്ട് അടിമകളായ മനുഷ്യരോട് സഹതാപം മാത്രം.